ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. മോമോസ് ആണ്. മോമോസ് രണ്ട് രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണ മോമോസും സെഷ്വൻ മോമോസും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മോമോസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. ബാച്ചിലേഴ്സിന് ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാം. മൈദപ്പൊടി കുഴച്ച് പരത്തിയെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇതിൽ കൂടുതൽ ടൈമായിട്ട് പോകുന്നുള്ളൂ. ബാക്കി വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. ചോപ്പറിലിട്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ ഒന്ന് വേഗം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മോമോസിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എല്ലാവർക്കും എപ്പോഴും ഡൗട്ട് ഉണ്ടാകുന്നൊരു കാര്യമുണ്ട്, കുക്കായിട്ടുണ്ടോ ചേച്ചി, കട്ട് ചെയ്ത് കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയാറുണ്ട്. ഇതാ എൻ്റെ ഇൻസൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മോമോസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്, 2 സവോള എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം മതി നമുക്ക്, ഇത്രയും വേണ്ട. ക്യാബേജും സവോളയും ക്യാരറ്റും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം ചേർത്ത് കുക്ക് ചെയ്തെടുക്കുക. ബോൺലെസ് ചിക്കനാണ് കുക്കാവാൻ എളുപ്പം. ബോൺലെസ് അല്ലാന്നുണ്ടെങ്കിലും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കുക്ക് ചെയ്തെടുത്തിട്ട് എല്ല് മാറ്റി നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇത് കണ്ടോ ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച ചിക്കനും മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് കുഴച്ചതാണ്. നമ്മളിത് 2 കപ്പ് മൈദയും 1 ടീസ്പൂൺ എണ്ണയും ഉപ്പും വെള്ളവും ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്താണ്. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ടൈറ്റായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എണ്ണയായിട്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് ഷീറ്റ് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോകണ്ട. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റും സവോളയും ക്യാബേജും എല്ലാം ഇട്ട് കൊടുക്കുക ഒരുമിച്ച് തന്നെ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2-2.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കുക്കായി വന്നോളും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായ വളരെ കുറച്ച് ഉപ്പ്, നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. വെജിറ്റേറിയൻസിന് മോമോസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും മതി കേട്ടോ ഫില്ലിംഗ്. ഈ ഒരു ഫില്ലിംഗ് ഉപയോഗിച്ചിട്ടാണ് വെജിറ്റേറിയൻസിന് മോമോസ് ഉണ്ടാക്കുന്നത്. നോൺ വെജിറ്റേറിയൻസിനാണ് നമ്മൾ ചിക്കൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വരുന്നത് സോയ സോസും കൂടിയാണ്. സോയ സോസും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിനുള്ള ഫില്ലിംഗ് കംപ്ലീറ്റ് ആവും. അപ്പോൾ സോയ സോസ് ചേർത്തിട്ട് നിങ്ങൾ ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റാണോ ഉപ്പ് എരിവ് എന്നുള്ളത്. എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫില്ലിംഗ് മോമോസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കുക. നമ്മൾ ഷീറ്റ് പരത്തിയിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അത് ഫ്രൈ ചെയ്തിട്ടോ ആവി കയറ്റി എടുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോമോസ് ആക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ചേർക്കുമ്പോൾ ചിക്കൻ ആദ്യമേ ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ അധികം കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കുന്നില്ല. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോയ സോസ് ആഡ് ചെയ്യാം. സോയ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സോയ സോസ് 1 മിനിറ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ, സോയ സോസിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊന്ന് എരിവ് ചെക്ക് ചെയ്യണം. എരിവ് കുറവാണെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. എരിവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ മിക്സ് എടുത്ത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഷീറ്റ് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. നമുക്ക് മോമോസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉപ്പിൻ്റെ കാര്യം എടുത്തു പറയുന്നത്.
ഇനി നമുക്ക് നമ്മുടെ ഷീറ്റ്സൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്കിനി നമ്മുടെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് റെഡിയാക്കി എടുക്കാം. ഒറ്റ ഷീറ്റായിട്ട് പരത്തിയിട്ട് ചെറിയ റൗണ്ട് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ചെറിയൊരളവിൽ ഇതുപോലെ മാവെടുത്തിട്ട് നമുക്ക് ബോൾസ് റെഡിയാക്കിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് ബോൾസ് ആദ്യം നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മാവ് അല്ലാതെ ലൂസാകാത്തത് കൊണ്ട് നമുക്ക് പരത്താൻ എളുപ്പമുണ്ടാവും. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല, പിന്നെ വെള്ളം നനച്ചൊക്കെ ഒട്ടിച്ചെടുക്കേണ്ടി വരും. നമ്മുടെ മോമോസിൻ്റെ ഷീറ്റ് നമുക്ക് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ ബോൾസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അധികം തിന്നുമല്ല, ഒരുപാട് തിക്കും അല്ലാതെ പരത്തിയെടുക്കുക. സൈഡ്സ് ഒന്ന് തിന്നാക്കിയെടുക്കുക. നടുഭാഗത്ത് ചെറിയൊരു കനമുള്ളത് നല്ലതാണ്. ഒരുപാട് പൊടി ഇട്ടിട്ട് പരത്തണ്ട, ലൈറ്റായിട്ടൊന്ന് പൊടി അപ്ലൈ ചെയ്തിട്ട് പരത്തിയെടുക്കുക. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിപ്പോൾ പരത്തിയെടുക്കുന്നത്. ഇത് കണ്ടോ, ഈ വലിപ്പത്തിൽ നമുക്ക് എല്ലാ ഷീറ്റ്സും പരത്തിയെടുക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ മോമോസിൻ്റെ ഷീറ്റ് മാറി മാറി എല്ലാവരും പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിച്ചൂസാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. കിച്ചൂസ് കുറച്ച് നല്ല ഭംഗിയായിട്ട് പരത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരത്തി കഴിയാറായി. ഇനി ഒരു 3 എണ്ണം കൂടെ പരത്താനുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ചെയ്ത് തുടങ്ങാം. നമ്മളിപ്പോൾ ഫില്ലിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൂസ് തന്നെ ഫില്ല് ചെയ്യും കേട്ടോ. നമ്മുടെ ഫില്ലിങ് നമുക്ക് നമ്മുടെ ഷീറ്റ്സ് എല്ലാം ഇതുപോലെ ഭംഗിയായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി തുടങ്ങാം. ഫില്ലിങ് റെഡിയാക്കുകയല്ല, നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. നമ്മുടെ അടുത്ത മോമോസിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാം. 1 സ്പൂൺ ഫില്ലിങ് മതി കേട്ടോ ഒരു മോമോസിൻ്റെ ഷീറ്റിലേക്ക്. അധികം ഫില്ലിങ് വേണ്ട. ഇനി ഒരു സൈഡിൽ നിന്ന് നമ്മൾ സാരിയുടെ ഫ്ലീറ്റ്സ് എടുക്കുന്ന പോലെ ഓരോ ഫ്ലീറ്റ്സ് ആയിട്ട് എടുക്കുക. മടക്കി മടക്കി കൊടുക്കുക. അതിങ്ങനെ ഹാഫ് റൗണ്ട് ആവുന്നവരെ ഒരു ഹാഫ് പോർഷൻ ഫ്ലീറ്റ്സ് എടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സൈഡ് 2 സൈഡും തമ്മിൽ ചേർത്തൊട്ടിക്കുന്നത്. ഇപ്പോൾ ഇതാക്കണ്ടോ, കിച്ചൂസ് ഫ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞു. ഇനി 2 സൈഡിൽ നിന്നും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത മോമോസും ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് മോമോസ് മുഴുവൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം നമ്മളിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇഡ്ഡലി തട്ടിലേക്ക് വെക്കാം. ഇഡ്ഡലി തട്ടിൽ ലൈറ്റായിട്ട് തന്നെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇഡ്ഡലി തട്ടിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. 15 മിനിറ്റ് മതി. ആ സമയം കൊണ്ട് മൈദ കുക്കായിക്കോളും. ബാക്കി ഉള്ളിലുള്ള ഫില്ലിങ് കുക്കായതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ 15 മിനിറ്റ് ടൈം പറയുന്നത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം നമ്മളിതാ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഈ സെയിം ഇത് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഫ്രൈ ചെയ്ത സ്നാക്സ് അത്ര ഇഷ്ടമായിരിക്കില്ല. സ്റ്റീം ചെയ്ത സ്നാക്സ് ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തത്. ഇനി നമുക്കിത് പ്രസൻറ്റ് ചെയ്യാം. നമുക്ക് ഈ മോമോസ് സെഷ്വാൻ മോമോസ് ആക്കി എടുക്കാം. അതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗളിൽ നമുക്ക് എത്ര മോമോസ് വേണമെന്ന് വെച്ചാൽ 6-7 മോമോസ് എടുക്കുക. അതിലേക്ക് നമ്മൾ സെഷ്വാൻ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെഷ്വാൻ സോസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു സോസ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മോമോസിലേക്ക് ഈ സോസ് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് ടോസ് ചെയ്തെടുക്കാം. ഈ മോമോസിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ നമ്മുടെ സോസ് ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ടോസ് ചെയ്തെടുക്കുന്നത്. കുറച്ച് വലിയ ബൗൾ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പം. ഞാനിപ്പോൾ ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. കിച്ചൂസിന് സെഷ്വാൻ മോമോസാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഇതുപോലെ സെഷ്വാൻ മോമോസ് റെഡിയാക്കി എടുക്കുന്നത്. സെഷ്വാൻ പേസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ സെഷ്വാൻ സോസിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം നമ്മുടെ വീഡിയോയുടെ താഴെ. ഇപ്പോൾ കണ്ടോ,
ഏകദേശം എല്ലാം കോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ സെഷ്വാൻ മോമോസും റെഡിയായി. ഇനി നമുക്കിത് ഒന്ന് പ്രസൻറ്റ് ചെയ്യാം, 2 മോമോസും. അപ്പോൾ നമ്മുടെ മോമോസ് ഇതാ 2 രീതിയിലും നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സെഷ്വാൻ മോമോസും ഇത് സാധാരണ മോമോസും. അപ്പോൾ സെഷ്വാൻ മോമോസും ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായില്ല. അധികം ജോലികളൊന്നുമില്ല. നമ്മൾ ഈ മോമോസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ സെഷ്വാൻ പേസ്റ്റ് ഉണ്ടാക്കുക, കുറച്ച് ടൊമാറ്റോ സോസായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ സെഷ്വാൻ മോമോസ് റെഡിയാവും. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിലുള്ള മോമോസ് ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. വെജിറ്റേറിയൻസിന് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞല്ലോ. നോൺ വെജിറ്റേറിയൻസിന് ചിക്കൻ ചേർത്തതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിലും മറക്കാതെ ഒരു ലൈക്കും തരിക. പിന്നെ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.